അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഹദീസ് പഠനം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ അവ്വലി ലൈലത്തിൻ ഫീ റമളാൻ വയുനാദി മുനാദിൻ യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ വയാ ബാഗിയശ് ശർരി അഖ്സിർ. റമളാനിലെ ആദ്യ ദിവസത്തിൽ ഉണ്ടാകുന്ന ഒരു വിളിയാളത്തെക്കുറിച്ച്, ഒരു അറിയിപ്പിനെ കുറിച്ച് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിവരിക്കുന്ന ഹദീസാണ് ഇത്. യാ ബാഗിയൽ ഖൈരി അഖ്ബിൽ, ഹേ നന്മയെ കൊതിക്കുന്നവനെ നീ മുന്നോട്ട് വരിക. വയാ ബാഗിയ ശർരി അഖ്സിർ, ഹേ തിന്മയെ കൊതിക്കുന്നവനെ നീ പിറകോട്ട് പോവുക എന്ന്. റമളാൻ നന്മയുടെ മാസമാണ്. നന്മയിലേക്ക് ആളുകൾ കൂടുതൽ അടുക്കുന്ന, അതിന് വലിയ താല്പര്യം കാണിക്കുന്ന മാസമാണ്. തിന്മ ചെയ്യുന്ന ആളുകൾ പോലും അത് നിർത്തിവെക്കുന്ന മാസമാണ്. അതിനാൽ റമളാനിൽ മലക്കുകളുടെ വിളിയാളമുണ്ട്, മലക്കുകളുടെ അറിയിപ്പുണ്ട്. നന്മ ചെയ്യുന്നവരെ നിങ്ങൾ മുന്നോട്ട് വരിക എന്ന്, തിന്മ പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ പിറകോട്ടടിക്കുക എന്ന് സ്വന്തം മനസ്സ് തന്നെ ഓരോ മനുഷ്യരോടും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നന്മയിൽ മുന്നേറിക്കൊണ്ടിരിക്കുക എന്ന്, തിന്മയിൽ നിന്നും പിറകോട്ട് വരിക എന്ന്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും നന്മയിലേക്ക് മനസ്സ് ഏറ്റവും അധികം അടുക്കുന്ന മാസം എന്ന നിലയിൽ ആ ഒരു വിളിയാളത്തിന്റെ, അറിയിപ്പിന്റെ, ഉൾവിളിയുടെ, മലക്കുകളുടെ അറിയിപ്പിന്റെ എല്ലാം പ്രയോജനം നമ്മുടെ സ്വന്തം ജീവിതത്തിൽ ഉണ്ടാകേണ്ടതുണ്ട്. റമളാനിൽ എല്ലാത്തരം നന്മകളും പരമാവധി വർദ്ധിപ്പിക്കണം. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് റമളാൻ ഖുർആന്റെ മാസമാണ് എന്നതിനാൽ ഖുർആൻ മനസ്സിലാക്കി ഖത്തം തീർക്കുക എന്നത്. ഓരോ ദിവസവും 5 നേര നമസ്കാരങ്ങളുണ്ട്. ഫർളായ 5 നേര നമസ്കാരങ്ങൾക്ക് ശേഷം 2 അഥവാ 4 പേജ് ഖുർആൻ ആശയം മനസ്സിലാക്കി പാരായണം ചെയ്താൽ ഒരു ദിവസം ഒരു ജുസ് തീർക്കാൻ കഴിയും. ഒരു ദിവസം ഒരു ജുസ് തീർക്കാൻ കഴിഞ്ഞാൽ റമളാനിൽ 30 ജുസും ഖുർആൻ മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്ത് തീർക്കാൻ കഴിയും. കൃത്യമായി ഓരോ നമസ്കാര ശേഷവും ഇത്ര ഓതി തീർക്കേണ്ടതുണ്ട് എന്ന് തീരുമാനിച്ചുകൊണ്ട് ആ തീരുമാനത്തിനനുസരിച്ച് സമയം ക്രമീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും സാധ്യമാകുന്ന ഒന്നാണ് ഇത്. നന്മയിൽ മുന്നേറുക എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഖുർആൻ പാരായണത്തിൽ മുന്നേറൽ തന്നെയാണ്. അതോടൊപ്പം ഖുർആൻ നമ്മോട് ആഹ്വാനം ചെയ്യുന്ന, ഖുർആൻ നമ്മോട് കൽപ്പിക്കുന്ന എല്ലാ നന്മകളും ഖുർആൻ ആശയം മനസ്സിലാക്കിക്കൊണ്ട് പാരായണം ചെയ്യുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയും. അതനുസരിച്ച് ആ നന്മകളിലെല്ലാം മത്സര ബുദ്ധിയ മുന്നേറാനും കഴിയും. ഖുർആൻ തിന്മയെന്ന് പറയുന്ന, തെറ്റെന്ന് പറയുന്ന, അരുതെന്ന് പറയുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളിൽ നിന്നെല്ലാം പിൻവാങ്ങാനും ഖുർആനെ ആശയം മനസ്സിലാക്കിയുള്ള പാരായണം മുഖേന സാധ്യമാകും. റമളാൻ ഖുർആന്റെ മാസമായി. ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഖുർആൻ ആദ്യം പറഞ്ഞത് ഖുർആനെ തന്നെയാണ്. പിന്നീടാണ് നോമ്പിനെ കുറിച്ച് അള്ളാഹു സംസാരിക്കുന്നത്. ഈ റമളാൻ കഴിഞ്ഞ് മറ്റൊരു റമളാനിലേക്ക് നമ്മൾ ബാക്കിയായില്ലെങ്കിൽ നമ്മുടെ അവസാനത്തെ റമളാൻ ഖുർആനോട് നീതി കാണിച്ച, ഖുർആന്റെ മുന്നിൽ കൂടുതൽ സമയം ചെലവഴിച്ച റമളാനായിരുന്നു എന്ന് നമുക്ക് വേണ്ടി വിശുദ്ധ ഖുർആൻ അള്ളാഹുവിന്റെ അടുക്കൽ സാക്ഷി പറയും. നമുക്ക് വേണ്ടി അള്ളാഹുവിന്റെ ഖുർആൻ പരലോകത്ത് ശുപാർശ ചെയ്യും. ആ അർത്ഥത്തിൽ നന്മയിൽ മുന്നേറുന്നതിൽ ഒന്നാമത് വിശുദ്ധ ഖുർആനെ പരിഗണിക്കാനും എല്ലാ അർത്ഥത്തിലും ഖുർആന്റെ മാസമായി ഈ മാസത്തെ മാറ്റിയെടുക്കാനും ഖുർആന്റെ ആളുകളായി മാറാനും ഓരോരുത്തർക്കും സാധ്യമാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.